വെഞ്ചർ മിഷനറീസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സെൽ മീ ദിസ് പെൻ എന്നുള്ള ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് വോൾസ് ഓഫ് വാൾ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് സിനിമയിലാണ് യഥാർത്ഥത്തിൽ ഇതൊരു പോപ്പുലർ ആയിട്ട് മാറുന്നത്, സെൽ മീ ദിസ് പെൻ എന്നുള്ളത്. അപ്പോൾ ഞാനൊരു സെയിൽസ്മാനെ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ആ സെയിൽസ്മാനോട് ഞാൻ ചോദിച്ചു വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് എന്ന് ചോദിച്ചു. ഓക്കെ സർ, യു ഗീവ് മീ എനി പ്രോഡക്ട്സ് ഐ ക്യാൻ സെൽ ദിസ് ടു എനിബഡി. അപ്പോൾ തന്നെ ഞാൻ അവനെ വിചാരിച്ചാൽ ഹീ ഈസ് എ കോൺഫിഡൻറ്റ് ഗൈ. അതെ, ബട്ട് ഐ നോ ഹീ കനോട്ട് സെൽ. എന്തായാലും അത് ചെയ്യാൻ പറ്റില്ല, എല്ലാം എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളത് ഒരു പഴയ മിത്താണ് ഏതാണ്. അത് ഇന്നത്തെ കാലത്ത് ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു ഐഫോൺ സെല് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഐഫോൺ ഉപയോഗിക്കുന്നതിന് ഒരു ആൻഡ്രോയിഡ് ഫോൺ നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. അത്രയും സ്പെസിഫിക് ആയി. ഞാൻ പിന്നെ കുറച്ച് നാൾ മുമ്പ് എന്നോട് ഒരു ഫ്രണ്ട് പറഞ്ഞു, നിങ്ങൾ ഒരു പണി എൻ്റെ അടുത്ത് ചായപ്പൊടിയിൽ നല്ല മാർജിനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഗുണമുള്ളതാണ്, നിങ്ങളതൊന്ന് സെയിൽ ചെയ്ത് തരാൻ പറ്റുമെന്ന് വെച്ചു. അങ്ങനെ ഞാനൊരു 90 days പ്ലാനിൽ അതിട്ട് വരും. അങ്ങനെ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് മാർക്കറ്റിൽ ചായപ്പൊടി എടുക്കുന്ന അതിൻ്റെ മാർക്കറ്റ് കണ്ടെത്തി ആ മാർക്കറ്റിൽ അപ്രോച്ച് ചെയ്തു. മാർക്കറ്റിൽ നമുക്ക് നോളജ് ഇല്ലെങ്കിൽ നമുക്കൊന്നും സെയിൽ ചെയ്യാൻ പറ്റില്ല. നോട്ട് ഓൺലി ദ മാർക്കറ്റ് നോളജ്, പ്രൊഡക്റ്റ് നോളജ്, മാർക്കറ്റ് ഫിറ്റ് ആണോ എന്ന് നോക്കണം, റിലേഷൻഷിപ്പ് വേണം. ഈ 4 സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ മാർക്കറ്റിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ എൻ്റെ ഈ ചായപ്പൊടി ഇല്ല, വെരി ഗുഡ്. എൻ്റെ ഒരു പരിചയക്കാരനാണ്. ഓക്കെ, എനിക്ക് റിക്വയർമെൻ്റ് ഉണ്ട് ചായപ്പൊടിയിലാണ്. ഓക്കെ, അയാൾ എനിക്കൊരു സാമ്പിൾ എടുത്ത് വന്നിട്ട് പറഞ്ഞ് ഇത് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ക്വാളിറ്റി മീറ്റ് ചെയ്യണം, മാത്രമല്ല എനിക്ക് 20,000 കണ്ടെയ്നർ കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൊണ്ടുവന്നിട്ട് വിൽക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ബ്ലെൻഡുകൾ വരുന്നുണ്ട്. അതിലൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്. അത് പിന്നെ പണ്ടൊരു ഗ്രാമത്തിൽ ഒരു നല്ല ബേക്കറി ഉണ്ടാക്കുന്ന ഒരാളുണ്ട്, നല്ല ബ്രെഡ് ഉണ്ടാക്കും. അപ്പം നല്ല സ്മെല്ലാണ്. അപ്പം കുറച്ച് കോസ്റ്റ്ലിയാണ് ആ ബ്രെഡ്. അപ്പം തൊട്ടടുത്ത് അയൽവക്കാരനെ സംബന്ധിച്ച് അയാൾക്കൊന്നും വാങ്ങാൻ കഴിയില്ല. അപ്പം അയാൾ എന്താ ചോദിച്ചാൽ ഈ ബേക്കറിൻ്റെ അടുത്ത് നിന്നിട്ട് ഈ സ്മെല്ല് നന്നായിട്ട് ആസ്വദിക്കും. എന്നിട്ട് അയാൾ പോയിട്ട് അയാളുടെ ഫുഡ് കഴിക്കും. അപ്പം ഈ ബേക്കറിക്കാരൻ ഇത് കണ്ടു. അങ്ങനെ ബേക്കറിക്കാരൻ എന്ത് ചോദിച്ചാൽ കേസ് കൊടുക്കും, ഇയാളെൻ്റെ ബേക്കറിയുടെ സ്മെല്ല് എടുക്കുന്നുണ്ട്, എനിക്കതിന് കാശ് വേണം. അങ്ങനെ ആകെ കേസായപ്പോൾ ഇയാൾ കൂടി സാധു. അങ്ങനെ ജഡ്ജിൻ്റെ അടുത്ത് നിന്നു. ജഡ്ജി ഇങ്ങനെ ആലോചിച്ചു, അപ്പോൾ ഇതൊരു വളരെ റയർ കേസാണ്. അപ്പോൾ ജഡ്ജി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കുറച്ച് കോയിൻസ് കൊണ്ടുപോകണം, കുറച്ച് കാശ് ചില്ലറ കൊണ്ടുപോകണം. അപ്പം ഇയാൾക്കൊരു സാധുവിനൊരു സംശയം, ഈ സ്മെല്ല് എടുക്കുന്നതിന് കാശ് കൊടുക്കണം. പക്ഷെ അയാൾ കൊണ്ടുവന്നിട്ട് ജഡ്ജി പറഞ്ഞു, ഇയാളിങ്ങനെ കുലിക്കുന്നു, കയ്യിലിട്ട് ഇങ്ങനെ കുലുക്കിട്ട് അപ്പം നല്ല സൗണ്ട് വന്നതിൻ്റെ പറഞ്ഞു ജഡ്ജി, ഓക്കെ ഈ സ്മെല്ലിന് ഈ സൗണ്ട് മതി, നിങ്ങൾ ആ ബേക്കറിയുടെ സ്മെല്ലെടുത്തു, അപ്പോൾ അതിന് ഇയാളുടെ കാശിൻ്റെ കിലുക്കും കേട്ട് കഴിഞ്ഞാൽ അത് മതി എന്ന് പറഞ്ഞ് കോമ്പൻസേഷൻ ആയെന്ന് പറഞ്ഞിട്ട് തിരിച്ചു. ശരി, അപ്പോൾ ഇവിടെ നമ്മൾ ഇതെങ്ങനെ കണക്റ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേക്കറിക്കാരുണ്ടാകുന്ന സ്മെല്ല് അല്ല ഇയാളുടെ പ്രശ്നം. ഈ ആള് ഭക്ഷണം കഴിച്ചാൽ, ആ ബ്രെഡ് കഴിച്ചാൽ, വാങ്ങി കഴിച്ചാൽ അതിന് കാശ് വാങ്ങി. അപ്പൊ നമ്മളൊരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്തെന്ന് ഉറപ്പുവരുത്തുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി വന്നാൽ അതിൽ എത്തിക്സ് വരണം, അതിൽ റിലേഷൻഷിപ്പ് വരണം, ആ കസ്റ്റമറുടെ നീഡ് വരണം. കസ്റ്റമറുടെ നീഡ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യം. ഇപ്പൊ നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്, നമുക്ക് അതിന് ആ പ്രൊഡക്റ്റിന് നീഡിലൊരു കസ്റ്റമർ ഉണ്ടെന്ന് വിട്ടുകൊള്ളി, നമ്മൾ പോയിട്ട് ഒരു തവണ അയാൾക്ക് സെല് ചെയ്തിട്ട് കാര്യമില്ല. അവിടെ റിലേഷൻഷിപ്പ് ഉണ്ടാവണം, അല്ലേ? അങ്ങനെ ആ ബിസിനസ് അവിടെ യുവർ കസ്റ്റമർ ഷുഡ് ബി ഏബിൾ ടു സെൽ യുവർ പ്രൊഡക്റ്റ്. അത് അവന് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവന് കൊടുക്കരുത്. അതെ, ഒരു സെയിൽസ്മാനെ ഒരു മാർക്കറ്റിൽ പോകുമ്പോൾ അവൻ ട്രസ്റ്റ് വർത്തി ആണെങ്കിൽ മാത്രമേ അവൻ്റെ അടുത്ത് സാധനം മേടിക്കുള്ളൂ. കാരണം അവനൊരു പ്രോബ്ലം അല്ല വെക്കുന്നത്, അവൻ ഒരിക്കലും ഒരു പ്രോബ്ലം തരുന്ന ഒരാളല്ല എന്നുള്ളൊരു ഇത് വരും. അതവിടെ തന്നെ ആ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ സർവീസ് സെക്ടറിൽ എനിക്ക് കിട്ടിയ വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസിൽ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യം ഈ ട്രസ്റ്റാണ്. അപ്പോൾ ഈ ട്രസ്റ്റ് ബ്രേക്ക് ആവുന്നിടത്ത് വലിയ വലിയ കോൺട്രാക്റ്റുകളൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ട്രസ്റ്റ് ഇല്ലെങ്കിൽ ഇപ്പോൾ
ആ ഒരു മോഡേൺ ബിസിനസ് വേൾഡ് എന്ന് പറഞ്ഞാൽ തന്നെ ട്രസ്റ്റിലാണ് എന്ന് നമ്മൾ പറയാം. അത് നമുക്ക് മനുഷ്യന്റെ പരിണാമപരമായിട്ട് കൂടിയുള്ളൊരു കാര്യമാണ്. അതിന് ഒരു പിന്നെ ക്ലാസിക് എക്സാമ്പിളാണ് പിന്നെ കറൻസി. കറൻസി എന്ന് പറഞ്ഞാൽ ട്രസ്റ്റാണ്. നമ്മൾ 100-ന്റെ നോട്ട് നമ്മുടെ പോക്കറ്റിൽ ഇടുമ്പോൾ ഒരു പേപ്പർ കഷ്ണമാണ്. ആ പേപ്പർ കഷ്ണത്തിന് ആ വാല്യൂ ഉണ്ടെന്നും അത് ആ സെൻട്രൽ ബാങ്കിന് കൊടുക്കുമ്പം അതിന് തത്തുല്യമായിട്ടുള്ള എന്തെങ്കിലും തിരിച്ചു കിട്ടും എന്നുള്ളതും ട്രസ്റ്റാണ്. അപ്പം ട്രസ്റ്റ് എന്ന് പറഞ്ഞാല് ബിസിനസ്സിൽ അപ്പോൾ നാസർക്ക് പറഞ്ഞപ്പോൾ സാന്ദർഭികമായിട്ട് ഓർമ്മയായിരുന്നു. ചൈനക്കാർക്ക് അവർ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ചൈനക്കാരുടെ അടുത്ത് പോയിട്ട് നിങ്ങളൊരു 15 രൂപയുടെ സാധനം 10 രൂപയ്ക്ക് തരുമെന്ന് വെച്ചാൽ ഞാൻ ദേഷ്യം പിടിക്കും. അവൻ ചിലപ്പോൾ തരുകയില്ല. അവന് എന്താ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നിങ്ങൾക്ക് 10 രൂപയുടെ സാധനം 10 രൂപയ്ക്ക് ഉണ്ടാക്കി തരും. അവന്റെ ബിസിനസ് അതാണ്, അവനതേ അറിയുള്ളൂ. നിങ്ങളും ചൈനയിൽ പോയിട്ട് നെഗോഷിയേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരു കത്തി, ഉദാഹരണത്തിന് കത്തി വേണം. അപ്പൊ കത്തിയുടെ വില വെച്ചിട്ട് 15, നിങ്ങൾക്ക് 10 രൂപ എന്ന് വെച്ചിട്ടില്ല, നിങ്ങൾക്ക് കത്തി വേണം. അവൻ അതിന്റെ പിടി സ്റ്റീല് മാറ്റിട്ട് അവൻ ചിലപ്പോൾ പ്ലാസ്റ്റിക് ഇട്ട് തരും. അവൻ അതിന്റെ കോസ്റ്റ് കുറച്ച് തരും. അതാണ് മാർക്കറ്റ്. ഒരു പ്രൊഡക്റ്റിന് ആ കോസ്റ്റിലേക്ക് ഫിറ്റ് ചെയ്ത്